ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ അറിയാം, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ്. സ്ഥലം എവിടെയായിരുന്നു വെച്ചാൽ പത്തനംതിട്ട അടൂർ നൂറനാടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൾ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ കുറേ ആയിട്ട് വിളിക്കുന്നുണ്ട്, അപ്പം അങ്ങനെ വന്നതാണ്. സോ ഒരു 2 ദിവസം ഞാനും ഉണ്ട്, മമ്മിയുണ്ട്. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഈ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ, ഞാനിവിടെ വരാറുള്ളതാണ്. അവളുടെ ബ്രദറിൻ്റെ മാരേജിനൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം എനിക്ക് നിങ്ങളെ ഇന്നത്തെ ദിവസം കാണിക്കണം എന്നൊരാഗ്രഹം. ബിക്കോസ് ഇവിടെ ഈ വീട്ടിൽ ഒത്തിരി ചെടികളുണ്ട്. പിന്നെ മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ ഒത്തിരി ചെടികളുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് അവളെ ഹസ്ബൻഡിൻ്റെ വീടും തൊട്ടെടുത്താണ്. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെയും ഇവിടുത്തെയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിക്കാം. മമ്മി ഇവിടുന്ന് കാന്താരി മുളക് പറിക്കുന്നുണ്ട്. നാട്ടിൽ കിട്ടാത്ത പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്, സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാന്താരി മുളക് പറിക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒത്തിരി ചെടിയുണ്ട് കേട്ടോ, നല്ല ചെടികൾ, ഒത്തിരി ചെടികൾ എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളും കാണിച്ചിട്ട് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ റോഡ്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റോഡ് സൈഡിൽ തന്നെ ഇത് അവരുടെ വീട്, കൂട്ടുകാരിയുടെ വീട്. ഇവിടെ നിറച്ചും ചെടിയാണ്. അമ്മ ഭയങ്കര ചെടി ഭ്രാന്തിയാണ്. അതുകൊണ്ട് ഇവിടുത്തെ കുറേ ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 5-6 വർഷമായിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ ഈ ഒരു കാക്ക. കണ്ടോ ചെടി കണ്ടോ, നിറച്ചുണ്ട്, നിറച്ചും വെറൈറ്റി ചെടികളാണ്. ഇതുണ്ടോ നല്ല വെള്ളപ്പൂവുള്ളത്. ഇവിടെ ഇങ്ങനെയൊക്കെ അന്ന് പണ്ട് ഇത് അവിടെ വേറെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പുറത്ത് ഇവിടേക്ക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ചെടി. ഹായ്, ഇത് നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ, നല്ല ഭംഗി. റോസ് ഇവിടെ കുറേ അത് ആ ഭാഗത്ത് കുറേ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പുറത്തൂടെ കാണിച്ചു തരാവേ. അതാ കാന്താരി, ഇതിലൊക്കെ കാന്താരി മമ്മി പറിച്ച് മുട്ടയാക്കിയേ. തുളസിന്ന്. ഹായ്, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. മമ്മിയെ കാട്ടിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. എന്താ ഇവിടെ പരിപാടി? കാട്ടിൽ വല്ല പാമ്പും ചേമ്പൊക്കെ ഉണ്ടാവും. ഹലോ ഹലോ, അവർക്ക് വേണ്ട, നമുക്ക് വേണം. അവർക്ക് ആവശ്യമില്ലാത്തതും നമുക്ക് ആവശ്യം. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനി ആ സൈഡിലൊക്കെ അത് കുഞ്ഞുണ്ടായി വരുന്നതേ ഉള്ളൂ. ആ കാട്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് വാ. പാമ്പെങ്ങാനും കടിച്ച് പിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണ്ട. ദൂരെ എല്ലാം പഴുത്തു പോവുക. ദേ പോണു വീട്. ഇവിടത്തെ കുറച്ച് പറിച്ചിട്ട് അവർക്ക് അവർ ദുബായിലാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിലെ കുറേ പറിച്ചു. ഇത് ഞങ്ങളുടെ നാട്ടില് കപ്ലങ്ങ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കപ്ലങ്ങ എന്നാ പറയുന്നത്. നിങ്ങൾ എന്താ പറയണെന്നൊന്ന് കമന്റ് ചെയ്യലോ. പപ്പായ, കപ്ലങ്ങ, കിണർ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് കണ്ടോ, വേണ്ട എന്തോരം ചെടിയാന്ന് നോക്കി. ഹാങ് ചെയ്തിട്ട് അടുത്തു. അരച്ച് കലക്കി കൊടുക്കണം അവൾക്ക്. ഞാൻ മുന്നേ വരുമ്പോൾ ഇതാണ് എൻ്റെ ശകടം. ഞാൻ ഇതിൽ വണ്ടി ഓടിച്ച് ഇതിലേക്കിടെ പോകും. കാറ് അത് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. ഇത് അവൻ്റെയാ. ഒരു കിണറും കൂടെ ഉണ്ട് ഇവിടെ. ഫുൾ ബാക്കിലൊക്കെ ചെടിയാന്നേ, ഒത്തിരി ചെടിയുണ്ട്. ഒരു മിനിറ്റ്, ഇതുണ്ടോ ബാക്ക് ഭാഗം നോക്കി എന്ത് രസമാണ്. അവിടെ നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ റെന്റിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ റോഡുള്ളത്, ആ മതിലിൻ്റെ അപ്പുറം. ഇവിടെ മുകളിലുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുടുംബക്ഷേത്രം ഉണ്ട്. അവിടെ ഇന്നെന്തോ പരിപാടി ഉണ്ട്. അമ്മ അങ്ങോട്ട് പോയതാ. ഞങ്ങൾ പറ്റുകയാണെങ്കിൽ വൈകിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് മറ്റേ കാക്കപ്പൂവാണോ? അല്ല, അതൊരു കൂട്ടം ശംഖുപുഷ്പം പോലത്തെ ഒരു പൂവാണ്. കാക്കപ്പൂ പോലത്തെ.
മണി പ്ലാന്റ് നമ്മളവിടെ മേടിച്ച് വെച്ചേക്കോട്ടല്ലേ. നമ്മൾ മേടിച്ചു വെച്ചോ? നമ്മളവിടെ നമ്മുടെ വീട്ടിലിരിപ്പില്ലേ അത് ഇതല്ലേ പ്ലാസ്റ്റിക് മേടിച്ച് വെച്ചിട്ടില്ലേടി നമ്മള്. അതിന്റെ വേറെയാ. അത് ഫുൾ ഇങ്ങനെ അതെവിടെ കാണാൻ ചേർത്തിട്ടുണ്ടല്ലോ. നല്ല രസം. ഫുൾ ഈ ഇലച്ചെടികളാണ് ഫുൾ ഇതുപോലത്തെ ഫുള്ള്. അതാണ് ഏറ്റവും നല്ലത് വളർത്താനൊക്കെ. ഇവളെന്തെടുക്കുക അതിൻ്റെ ഇടയ്ക്ക്? ഇതാണ് എന്റെ കൂട്ടുകാരി ഓടി മുത്തുമണി. മറിഞ്ഞ് ഞങ്ങള് കാണിച്ചാലാണ്. ഞാൻ നൈറ്റ് ഇട്ടേക്കണേന്ന്. ഓടുന്നു. ഓടിയാണ്. ഞാൻ നൈറ്റ് ഇട്ടുണ്ട് വീഡിയോയിൽ വരുത്തി. ഇതെന്താ നീ തുളസി ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു കൃഷ്ണ തുളസി ആയിരിക്കും. 2-3 സൈസ് ഉണ്ട്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ തലയിൽ നിറച്ചും തലയിൽ പേനുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മമ്മി ഈ തുളസി ഇങ്ങനെ അരച്ചിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് തരായിരുന്നു പേൻ ഇറങ്ങിപ്പോവാൻ വേണ്ടിട്ട്. അതിന്റെ ഓർമ്മ വരിക. സ്മെല്ലിന്. പിന്നെ ഈ സാധനം ഈ കതിരില്ലേ അത് പൊട്ടിച്ച് ഇതിന്റെ ഉള്ളിലൊക്കെ വെക്കുകയായിരുന്നു. മഴ വരുന്നുണ്ട്. ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു. രാവിലെ നല്ല മഴയായിരുന്നു. രാത്രി കിടന്നപ്പം തൊട്ടേ തുടങ്ങിയതാ. രാത്രിയിലും മഴയായിരുന്നു. വെളുപ്പിന് വരെ ഭയങ്കര മഴ. ഇതുണ്ടോ റബ്ബർ തോട്ടം? പോവൂ കാക്കേ. കാക്ക ഇല്ലടി ആ ചെറുതൊന്നും പറിക്കണ്ടേ. ഞാനുള്ളതെല്ലാം ചെറുതല്ലേ? അതിലെല്ലാം പറിച്ചാ ഞാനും എല്ലാം പറിച്ചായിരുന്നു. ഇത് പുല്ലല്ലേ? നമ്മുടെ എവിടെ ഉണ്ടായി വെറുതെ നടക്കണ പുല്ല്. മീൻകാരൻ പോകുന്നു. ബസ് പോകുന്നു. മീൻകാരൻ പോകുന്നു. ബസ് സ്റ്റോപ്പ്. അത് ബസ് സ്റ്റോപ്പ്. അതവിടെ ബസ് സ്റ്റോപ്പ്. അടൂർക്കുള്ള KSRTC ബസ് അത് പോയത്. പത്തനംതിട്ട അടൂർ. ബസ് സ്റ്റോപ്പ് കാണുന്നു. ഓക്കെ. അപ്പം ഇനി വീടിന്റെ പരിസരമൊക്കെ കണ്ടില്ലേ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് അവിടെ പോകും. കുട്ടൂന്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഇറങ്ങുമ്പോൾ അവരെ കാണിക്കാം കേട്ടോ. അവരെ എല്ലാവരെയും കാണിച്ചു തരാം. അപ്പം ഇനി ഭയങ്കര മഴ വരാൻ പോകുന്നു. മഴ കാണിച്ചു കൊടുത്ത് മഴ വരാൻ പോണ നല്ല മൂടല്ല. ഭയങ്കര തൂളുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനിയിപ്പം നമ്മള് ഇപ്പം സമയം 11 മണി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരത്തെ അവരെയൊക്കെ കാണിച്ചില്ല. അവള് നൈറ്റ് ഇട്ടത് കൊണ്ട് എഴുന്നേറ്റ് ഓടി. ഞാൻ നൈറ്റ് ഇട്ടേക്കണെന്നും പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. സോ പറഞ്ഞ മഴ പെയ്ത് ഡേ ഹായ്. ഭയങ്കര മഴ. നല്ല രസം. അവളിവിടെ വന്നിട്ട് മഴ കണ്ടില്ല നമുക്ക് വിഷമായിരുന്നു. ഇതിപ്പോ നല്ല മഴ. നമുക്ക് മഴ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മൾ ആസ്വദിക്കും. കുറേ നേരം മഴ എൻജോയ് ചെയ്യും. പക്ഷേ ഇവര് ദുബായ്ക്കാർ, അതായത് പ്രവാസികൾക്ക് മഴ എന്നും ഒരു വലിയൊരു വികാരമല്ലേ. ഇവള് വന്നിട്ട് മഴ കിട്ടിയില്ലായിരുന്നു. ഇന്നത്തെ ദിവസമാണ് അവൾക്ക് മഴ കിട്ടുന്നത്. അതിന്റെ സന്തോഷത്തിൽ പനി പിടിച്ചിരിക്കുകയാണ്, എന്നാലും അതിന്റെ സന്തോഷത്തിൽ ഞാൻ റെഡിയായി. ലൈക്ക് ഞാൻ പറയില്ലേ നേരത്തെ അടൂർക്ക് പോകാൻ വേണ്ടിയിട്ട്, അക്ഷയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിവിടെ റെഡി ആയിക്കൊണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതാ മമ്മി റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. മമ്മി ഇന്ന് പച്ചയായിട്ടേക്കാണ്, ഗ്രീൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്, അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അറിയാതെ യെസ്. ഞാൻ ഇങ്ങനത്തെ ഞങ്ങളെ കളർ എപ്പോഴും ഒരുപോലെ ആയിരിക്കും വരിക. ഏത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു മാച്ച് ഉണ്ടോ. യെല്ലോ ഇട്ടാ യെല്ലോ. ഇതാരും ഇതിൽ ഓടിയ പൂച്ച. അതെ, ഗ്രീന് അറിയാതെ വരുന്നതാ. ഞങ്ങൾ അറിഞ്ഞോണ്ടിരുന്നൊന്നുമല്ല. പോവല്ലേ. അവള് വന്നിട്ടുണ്ട്. ഇതാണ് നേരത്തെ ഒരുങ്ങി സുന്ദരിയാവാൻ പോയവൾ. ഇവൾക്ക് ഡ്രസ്സ് മേക്കപ്പ് ഇടാതെ ഒന്നും നൈറ്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് ഓടിയതാ. അത് നോക്കി സുന്ദരിക്കുട്ടി. കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ ജീവിക്കത്തെ പരിഷ്കാരി, പച്ചപ്പരിഷ്കാരി, ദുബായ്ക്കാരിയാണ് അത്ര. ദുബായ്ക്കാരി
ഒരു വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ട് മറ്റേ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കും. ഓക്കെ, ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ കുറച്ച് കൊച്ചിന്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീട് പൂട്ടി പോവാൻ വേണ്ടിയിട്ട്. എവിടെ ചൂണ്ടയിട്ടാലോടി? എവിടെ? ആ ശരിയാ, ഇതിനകത്ത് കാണുന്നില്ല. അത് നല്ലതാ. അയ്യോ, ഞാൻ പറയാൻ മറന്നുപോയി. ആ നിൽക്കുന്നതാണ് ഇവളുടെ അമ്മയും മാമനും. അമ്മയുടെ ബ്രദറാണ് കേട്ടോ. അങ്കിൾ ഇപ്പോൾ ഇവിടെയാണ്. അവളുടെ പപ്പ മരിച്ചിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ, 2 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പം അങ്കിളിപ്പോൾ അമ്മയുടെ കൂടെ, അമ്മ ഒറ്റയ്ക്കല്ലേ, മക്കളൊക്കെ പുറത്താണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇപ്പം അതാ മുമ്പിൽ ഇരിക്കുന്നതാണ് അക്ഷയ്, അതായത് എൻ്റെ കൂട്ടുകാരി മുത്തിൻ്റെ ഹസ്ബൻഡ്. മുത്തിൻ്റെ പേര് ധന്യമോൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. കറക്റ്റ് അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് കുട്ടുവിൻ്റെ അമ്മ. കുട്ടു എന്നാട്ടോ അവനെ വിളിക്കുന്നത്. ഇവിടെയും കുറേ ചെടിയുണ്ടെന്നുണ്ടോ, അടിപൊളി ചെടികൾ. ഫുൾ അതെന്തോ മിനിയമ്മ? ആ ഇത് ഇതേ കുട്ടുവിൻ്റെ ഫേസ് പിന്നെ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുട്ടുവിൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്ന് കുട്ടുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അങ്കിള് ഫുഡ് എടുത്തത്. മിനിയമ്മയായിട്ട് ഫുൾ ഫുഡ് ഉണ്ടാക്കിയത്. നല്ല കുറേ കറികളുണ്ടായിരുന്നു, കുറേ വെറൈറ്റി കറികൾ. ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നേ, പിന്നെ വേറെ എന്തായിരുന്നു, പലഞ്ഞീൻ തോരൻ കറി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. മിനിയമ്മയുടെ സ്പെഷ്യലാണ് പോലെ അതൊക്കെ. അതെല്ലാം കഴിച്ച് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്ലേറ്റ് അത്രയും ഗംഭീരമായിട്ട് കാലിയാക്കി വെക്കുന്നത്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇനി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാ കറികളും, തോരനും, ബീഫ്, ചിക്കനും എടുത്തിട്ടില്ല കേട്ടോ. മീൻ കറി ഫിനിഷാക്കി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫിനിഷാക്കിയതാണ് ഒരു പ്ലേറ്റ്. അത്ര ഉണ്ടായിരുന്നു, ഫുള്ള് ഞാൻ കഴിച്ചു. പിന്നെ കുറച്ച് നേരം മുകളിൽ പോയിരുന്നു. അവരുടെ ടെറസിൻ്റെ മുകളിൽ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിൽ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പതുക്കെ മിനിയമ്മയും അമ്മയും വന്നു, സിനിയമ്മയും വന്നു. സിനിയമ്മ എന്ന് പറയുന്നത് മുത്തിൻ്റെ അമ്മയാണ്. മുത്തിൻ്റെ അമ്മയുടെ പേരാണ് സിനിയമ്മ, മറ്റത് മിനിയമ്മ. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കാരണം അവിടെ പാല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞമ്മ. ഹായ്. അപ്പം ഞാനും മുത്തും കുട്ടും കൂടിയിട്ട് അടൂർക്ക് പോവുകയാണ്. കാരണം അവൾ എറണാകുളം വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് അവൾക്ക് ഹെയർ ഒന്ന് കളർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം കിട്ടാത്തതിനാൽ ഞങ്ങളിപ്പം പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടു ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി അവിടെ അവളുടെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അടൂർക്ക് പോവുകയാണ്. നമ്മൾ അടൂർ എത്തി. അടൂർ തന്നെയാണ് ഇവരുടെ വീട് കേട്ടോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വണ്ടിയിൽ കയറിയാൽ കുക്കുമ്പ എന്ന് പറഞ്ഞ പാർലറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞങ്ങൾ 3 പേരും എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. ഇവക്കടെ തന്നെ പിന്നെ ഈ 300 ഒരു സ്ട്രീക്കിന് 300 രൂപ എന്നാ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്യാം, 300 അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ അടൂർ കുക്കുമ്പയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുക്കുമ്പയിൽ തന്നെ, ഞാൻ ആദ്യമായിട്ടാണ്. എറണാകുളത്തും കുക്കുമ്പ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങളിവിടെ, അവളും ഫസ്റ്റ് ടൈമാണ്. അവളും അടൂർ ഇവിടുത്തെ ആളാണെന്നുണ്ടെങ്കിലും അവളും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് 3:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഹോൾഡ് ചെയ്യിപ്പിച്ചു. ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. കുറച്ച് നേരം കൊണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു.
ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാണ് 3:30 എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു. കാരണം ഞങ്ങൾ 4 o'clock എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 4 o'clock ഇതില്ല, 3:30 അപ്പോയിൻമെൻറ്റ് തരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ച് വരുത്തിയ. ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡും കഴിച്ച് ജസ്റ്റ് ഇരിക്കാൻ പോലും നേരം കിട്ടാതെ ഞങ്ങൾ ഓടിപ്പടിച്ച് വന്നപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ അവിടെ പോസ്റ്റാക്കി. എന്നാൽ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നോളൂ വരാതെ. അങ്ങനെ കളർ സെലക്ട് ചെയ്തു. കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് അവൾക്ക് കളറിങ് തുടങ്ങിയിട്ടുണ്ട്. കളറിങ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഒരു മണിക്കൂറത്തെ കാര്യം അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അവളെന്നോട് ഭയങ്കര കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് ഇട്ട സ്ട്രീക്കിൻ്റെ കളർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ പയ്യൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മടുത്തു. ദെൻ ഇപ്പോൾ കളറൊക്കെ കഴിഞ്ഞു. നമുക്കിങ്ങനെ നോക്കിയാൽ അത് കാണില്ല കേട്ടോ. കാരണം അവൾ ബ്ലീച്ച് ഇടാതെയാണ് കളർ ചെയ്തേക്കുന്നത്. ഹെയർ ഡാമേജ് ആവുന്നുള്ളത് കൊണ്ട് ബ്ലീച്ച് ഇടാതെ ചെയ്തതാണ്. ഇപ്പം കളറുണ്ട്. ഈ വെളിച്ചത്തൊന്നും മനസ്സിലാവത്തില്ല. പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ ആ കളർ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമുള്ളത് കാണിച്ചു തരാവേ. ഇവിടെ ബ്രാൻഡ് മോഡൽ ഹെയർ കളർ കഴിഞ്ഞ് ഇറങ്ങിയേക്കുക. കളറ് മറ്റേ ഇതിടാത്തതുകൊണ്ട്, ബ്ലീച്ച് ഇടാത്തതുകൊണ്ട് വലിയ അറിയുന്നില്ല. പക്ഷെ എനിക്ക് ഒന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അറിയായിരിക്കും. അപ്പം നമുക്ക് റോട്ടിൽ നിന്ന് നോക്കാം. വെയിലത്ത് നിന്നിട്ട് കാണിക്കാം. ഈ ഇരുട്ടത്തോ? അല്ല, ഷൈനിങ് ഉണ്ട് ഇടയ്ക്ക്. ആ, ഷൈനിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് റോട്ടിൽ നിന്ന് നോക്കാം ശരിക്കും. വീണ്ടും വണ്ടി വന്നിരിക്കുന്നു ഗെയിം അവരെ കൂട്ടാൻ. സർപ്രൈസ്! അവരൊക്കെ അമ്പലത്തിൽ പോയതാ. ഞാൻ പോയില്ല. കാരണം എനിക്ക് പിന്നെ ഭയങ്കര ടയേർഡ്. അപ്പം ഞാൻ ഇത് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇവിടുത്തെ നൈറ്റ് വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കട്ടൻ കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് പോകണം കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഞാൻ ഡ്രസ്സ് മാറാതിരിക്കുന്നത്. 10:15 മൂവി. ഇവിടെ അടുത്ത് എവിടെയാണ്? 10:15. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരം ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 9:45 ഇറങ്ങാനായിരിക്കാം മേ ബി. അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങിയാൽ മതിയായിരിക്കും. കുറച്ച് നേരം ഒന്ന് ഫോൺ ചാർജ് ചെയ്ത് റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് പോകുന്ന തിയേറ്ററിൽ നിന്ന് കാണാം. ദെൻ തിരിച്ച് വന്നിട്ട് കാണാം. ആ ഒരു മൂവി പ്ലാൻ പെട്ടെന്നുള്ളതായിരുന്നേ. ഞങ്ങൾ ടിക്കറ്റ് വേഗം ബുക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് അവരുടെ കുടുംബക്ഷേത്രത്തിലൊരു പരിപാടി നടപ്പുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ലേറ്റായി. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടൊക്കെ പോകണമായിരുന്നു. അപ്പം ഞാൻ അവിടെ ബോറടിച്ചിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു. ദെൻ മമ്മി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. മമ്മിയുടെ അടുത്ത് പോയി. മമ്മി യൂട്യൂബിൽ ഭയങ്കര കാര്യമായിട്ട് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മമ്മിയുടെ അടുത്ത് പോയി കിടന്നാണ് കുറച്ച് നേരം. ഫോൺ ചാർജ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാനായി. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊന്നും മാറ്റാതെ കിടക്കണേ. ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. മമ്മി യൂട്യൂബിൽ എന്തോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിയമ്മ ജ്യൂസ് കൊണ്ട് തന്നായിരുന്നു. ഓൾറെഡി ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. കപ്പയൊക്കെ കഴിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. അപ്പോൾ ബാക്കി മമ്മിക്ക് വീണ്ടും കൊടുത്തു. അങ്ങനെ ഞങ്ങളൊരു 9:45 10 മണിയായപ്പോഴത്തേക്കും ഞങ്ങളിത് ഇറങ്ങി നൂറനാട് റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നൂറനാട് തിയേറ്ററിലാണ്. സ്വാതി അതിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ് വണ്ടി. അങ്ങനെ ഞങ്ങൾ ഏത് സിനിമയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കിഷ്കിന്ദ കാണ്ഡം ആ സിനിമയ്ക്കാണ് പോണത്. ഇപ്പം ഞാനും അവളും കൂടി ഇങ്ങനെ നടക്കുകയാണ്. കുട്ടു പുറകെ നടന്ന് വരുന്നുണ്ട്. സിനിമയ്ക്ക് പോവാണ്. നട്ടപ്പാതിര തിയേറ്റർ നല്ല രസമല്ലേ? ഇത് എനിക്ക് നല്ലൊരു ഭംഗി. അടിപൊളിയല്ലേ ഞങ്ങൾ നൂറിനാടെന്നൊക്കെ. തിയേറ്ററിൻ്റെ ആ ഫ്രണ്ട് ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോ എടുത്തതാണ്. അക്ഷയ് കുട്ടു അവളുടെ ഹസ്ബൻഡ്. തിരക്കുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ഞങ്ങളും അകത്തേക്ക് കയറാം എന്ന് വിചാരിച്ചു. കയറാൻ നിന്നപ്പം എനിക്ക് തോന്നുന്നു കുട്ടുവിൻ്റെ ഫ്രണ്ട്സ് ആരോ കണ്ടു. അങ്ങനെ വർത്താനം പറഞ്ഞു കുറച്ച് നേരം. സ്വാതി ഗോൾഡിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്.
സോ തിയേറ്ററിലേക്ക് കയറി. അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയൊരു തിയേറ്റർ ആണെങ്കിൽ പോലും നല്ല ഒരു തിയേറ്ററാണ്. സോ അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റാണ് എടുത്തത്. സിനിമ തുടങ്ങുന്നതിന് മുന്നേ കുറേ പാട്ടൊക്കെ ഇട്ടു. പിന്നെ അതെ കുട്ടു ഇരിക്കുന്നു. കുട്ടു ഓഫീസിലെ കുറച്ച് വർക്കുകൾ അവർ വന്നിട്ട് 10-25 ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫീസിൽ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ ഫോണിൽ അതിൻ്റെ മെയിൽ ചെക്ക് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ്, സെൽഫീസൊക്കെ എടുത്തു. സിനിമ തുടങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ സിനിമ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഏതേ സിനിമ തുടങ്ങാൻ പോകുന്നു. ഇനി സിനിമ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. കുറേ പേര് നല്ല സിനിമയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയുണ്ട് എന്നുള്ള. നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടിട്ടുള്ളവർ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിവ്യൂ, അഭിപ്രായം പറയൂ കേട്ടോ. യശ് കിഷ്കിന്താകാന്ഡം. ഞാനിത് ഇൻസ്റ്റഗ്രാം റീലിന് വേണ്ടിയിട്ട് എടുത്താണോ എന്നൊരു സംശയം. സൈഡായിട്ട് ഇൻ്റർവെല്ലായിട്ടോ. ഇത് പടം കഴിഞ്ഞു. ഇൻ്റർവെല്ലായപ്പോഴും പടം കഴിഞ്ഞപ്പോഴും വീഡിയോ എടുത്തു. ഇതേ ഞങ്ങൾ സിനിമ നല്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി. ബിക്കോസ് ഞങ്ങൾ കുറേ ഓട്ടം, രാവിലെ മുതൽ ഓട്ടമല്ലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ ചെറുതായിട്ടൊന്ന് മയങ്ങുകയും ചെയ്തു കേട്ടോ. സോ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു. ആ മഴയത്ത് പിന്നെ ഞങ്ങളുടെ വണ്ടി ഇട്ടപ്പം വലിയ വണ്ടികളില്ലായിരുന്നു. ബട്ട് തിരിച്ചു പോകാൻ നേരം ആയപ്പോഴത്തേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കൊക്കെ ചവിട്ടി വണ്ടി എടുത്തു. ഐ മീൻ ഇത് തിയേറ്ററിൻ്റെ സിനിമ കഴിഞ്ഞതിൻ്റെ തിരക്കാട്ടോ, വേറെ ഒന്നുമല്ല. റോഡിലെ ബ്ലോക്കൊന്നും അല്ല. കൊച്ചി പോലെ അങ്ങനത്തെ ബ്ലോക്കൊന്നും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ വന്ന് വണ്ടി ഇതാ പുറകിൽ ഞങ്ങൾ മൂവിക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഇതാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വേറെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, രാവിലെ എഴുന്നേറ്റൊന്നും കാണിച്ചില്ല. പെട്ടെന്ന് തീരുമാനിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. മമ്മിയും സിനിമ അങ്കിളൊക്കെ ഉറങ്ങി. ഞങ്ങൾ 3 പേര് മാത്രമാണല്ലോ സിനിമയ്ക്ക് പോയത്. അപ്പോൾ അവരിപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കിടന്നു. ഡോറ് തുറന്നു വന്നു. സിനിമ വന്ന് ഡോറ് തുറന്നു വന്നു. ഞാൻ ഈ വൈൻഡപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിരിക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ ചെടികളൊക്കെ കണ്ടില്ലേ? ചെടികൾ കണ്ടു. പിന്നെ കുട്ടുവിൻ്റെ വീട്ടിൽ പോയി, അക്ഷയുടെ വീട്ടിൽ പോയി, അവിടെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഹെയർ കളർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് പാർലറിൽ പോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം അതിനിടയ്ക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു ഇവരുടെ കുടുംബാമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പിന്നെ ഒരു ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ ടയേർഡായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയിട്ട് കുക്കുമ്പലൊക്കെ ഇരുന്ന് വന്നതുകൊണ്ട് കുറച്ച് ടയേർഡായിരുന്നു. അപ്പം ഞാൻ പോയില്ല. എല്ലാവരും അപ്പോൾ പോയി. എന്നിട്ട് അവർ പിന്നെ പെട്ടെന്ന് വന്നു. ഒരു 7:45-8 മണിയായപ്പോൾ അവർ തിരിച്ചു വന്നു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു. അത് കണ്ടില്ലേ, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 10 മണിക്കായിരുന്നു സിനിമ. 10 മണിക്ക് സിനിമയ്ക്ക് പോയി. ഇപ്പോൾ 1 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.